2011 മോഡലിലും 10 മോഡലിലും ഒരുപാട് വണ്ടികളെ നമ്മൾ ടൈപ്പ് 2ലും ടൈപ്പ് 1ലും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോർച്യൂണർ 4x4 മോഡൽ കൂടിയ വാഹനത്തിന് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. 2014 മോഡലിൽ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ഒരു വാഹനവുമായിട്ടാണ് ഇന്ന് നമ്മൾ സെയിൽ കൊടുക്കുന്നത്. കിലോമീറ്റർ ഓടിയുള്ളത് 2,20,000 കിലോമീറ്ററാണ്. നിലവിൽ അവിടെ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം കേട്ടോ. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിലില്ല. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ്, മേജറായിട്ടുള്ള ഒരു റീപ്ലേസ്മെൻറ്റ്, ഫ്ലഡ് കാര്യങ്ങൾ, ഫ്രണ്ട് ഭാഗത്ത് തട്ടുമുട്ട് കാര്യങ്ങൾ, അങ്ങനത്തെ ഒന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല. ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന കമ്പനി ഹെഡ്ലൈറ്റ്, ഗ്രില്ല് കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത്. ബമ്പർ കാര്യങ്ങളൊക്കെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓവർ ടച്ചപ്പ് കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു വാഹനമാണ്. ഒരു 95% കമ്പനി പെയിൻറ്റിലൊരു വാഹനമാണ്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടേജ് ഒരു 70-80% പുതിയൊരു ടയർ ഭാഗം തന്നെ ബാക്ക് ടയറിൽ വരുന്നത് കേട്ടോ. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒറിജിനൽ പെയിൻറ്റിലൊരു വാഹനമാണ്. അതേപോലെ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സീറ്റ് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ ഒറിജിനൽ സീറ്റ് കവറാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്, കമ്പനി സെറ്റ് തന്നെയാണ്. സീറ്റ് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു പഴക്കത്തിൻ്റെതായിട്ടുള്ള ചെറിയ അപാധകളുണ്ട്. ഈ ഒരു ഭാഗത്ത് ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഈ കമ്പനി സീറ്റ് കവർ തന്നെ വേണ്ടവർക്ക് ഈ സീറ്റ് കവറിൽ കൊടുക്കാൻ കഴിയും. ഇത് മാറ്റിയിട്ട് ചെയ്ത് കൊടുക്കേണ്ടവർക്ക് ഈ മാറ്റിയിട്ട് ചെയ്ത് കൊടുക്കും. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. അതേപോലെ സ്റ്റാറിങ് കവർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തി തന്നെ നിലവിലുള്ളത്. നമ്മൾ ഇത് വൃത്തിയാക്കിയിട്ടൊന്നുമില്ല, വന്ന അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഒറിജിനൽ ലെതർ സീറ്റ് തന്നെ നിലവിലുള്ളത്. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും ഒറിജിനൽ കമ്പനി ടൈലാമ്പാണ് ഉള്ളത് കേട്ടോ. സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ എല്ലാ സൈഡ് ഭാഗങ്ങളും ഉള്ളത്. എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് എവിടെയും ചെയ്തിട്ടില്ല. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരും. കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വന്ന് വീഡിയോ ഇട്ടുന്നുള്ളൂ കേട്ടോ. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അതേപോലെ മേജറായിട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഭാഗത്തും ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, പോയിട്ടില്ല. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ഫുള്ള് ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സൈഡ് ഭാഗത്ത് വരികയാണെങ്കിലും ഈ ഒരു ഭാഗത്ത് ചെറിയ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടി കുലുക്കി പെയിൻറ്റ് എടുത്ത് അടിച്ചൊക്കെയാണ്, വേറെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ല. അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ വന്ന അതേ കണ്ടീഷനിലാണ്. വാഷും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ. ഈ ഒരു കണ്ടീഷൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിലില്ല. ഒന്ന് വാഷ് ചെയ്യാണ്ട് വേറെ തട്ടുമുട്ടോ കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഫ്രണ്ടേജ് ഈ ഒരു ഭാഗത്തോ അവിടെയൊക്കെ ആണെങ്കിലും ഒന്നും ഒരു തട്ടുമുട്ട് കാണിക്കാൻ കഴിയില്ല. ഈ ഫ്രണ്ടിൽ അടിഭാഗത്ത് വരുന്ന ക്രോസ് നമ്പർ ചെറുതായിട്ടൊരു വളവുണ്ട് കേട്ടോ. വേറൊരു ഭാഗത്തും നിങ്ങൾക്ക് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. ഈ വാഹനത്തും നമുക്ക് ലോണ് കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാൻ കഴിയില്ല കേട്ടോ. ഈ ഒരു കണ്ടീഷനിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ വേണ്ടവർക്ക് ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ക ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ട് നമുക്ക് ഫൈനലായിട്ട് നമ്മൾ കയ്യിൽ കിട്ടേണ്ട പ്രൈസ് 13,70,000 രൂപ കിട്ടും. ഫുള്ള് ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ട് ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ച് പോലും ഇല്ലാതെ ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് 13,70,000 റുപ്യക്ക് ഈ വാഹനം നമുക്ക് കൊടുക്കാൻ കഴിയും. അതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്തിട്ട്, അതേപോലെ പിന്നെ ഫ്രണ്ട് ഗ്രില്ല്, GR സ്പോർട്ടിൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ, സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, ബാക്ക് LED ടൈലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഫുള്ള് വർക്ക് എടുത്തിട്ട് തന്നെ ഫുള്ള് കണ്ടീഷൻ ആക്കിയിട്ട് GR സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 14,70,000 രൂപക്ക് ഈ വാഹനം നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത് വാഹനത്തുമ്പോൾ ലോണ് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. എന്താ വെച്ചാൽ കേരളത്തിൽ നമ്പർ ആയിട്ടില്ല. എടുക്കുന്ന ആളെ പേർക്ക് എവിടേക്കുവാണെങ്കിലും കേരളത്തിൽ നമ്പർ ആക്കി കൊടുക്കുന്ന പ്രൈസാണിട്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.